ഹലോ മക്കളെ, ശ്രുതി ടീച്ചറാണ്. അപ്പൊ എല്ലാവരും ഹാപ്പിയാണ് എന്നാണ് വിചാരിക്കണത്. ഇന്ന് ടീച്ചർ ഒരു പരീക്ഷാ ചോദ്യമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. പരീക്ഷാക്കാലാണ്, പരീക്ഷാ ചോദ്യങ്ങൾ ഇങ്ങനെ തേടി നടന്നുകൊണ്ടിരിക്കും അല്ലെ. അപ്പോ എനിക്കിന്ന് പറയാനുള്ളത് എന്താണ്, പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരാറുണ്ട്. എന്താണ്? അനുഭവക്കുറിപ്പ് അല്ലെ. അനുഭവക്കുറിപ്പ് നമ്മൾ ഏത് ക്ലാസ്സിലേക്ക് പോവാണെങ്കിലും അനുഭവക്കുറിപ്പ് എന്താണ് നമ്മള് അറിയേണ്ട കാര്യമാണ് കേട്ടോ. അനുഭവക്കുറിപ്പ്. അപ്പോ അനുഭവക്കുറിപ്പ് എന്ന് പറയുന്നത് അനുഭവക്കുറിപ്പ്. അനുഭവം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ അനുഭവം, നമ്മൾ അനുഭവിച്ച കാര്യങ്ങള്. അപ്പോ ഞാനൊരു അനുഭവക്കുറിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരാണേ. എങ്ങനെ വന്നാലും, വിഷയം ഏതാ വരിക എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല, പക്ഷെ എങ്ങനെ വന്നാലും നമുക്ക് എഴുതണം. ഇവിടെ ഇതാണ്: സ്നേഹവും വാത്സല്യവും തൊട്ടറിഞ്ഞ അനുഭവങ്ങൾ. നമ്മുടെ പാഠഭാഗങ്ങളിൽ പലപ്പോഴായിട്ട് സ്നേഹത്തെക്കുറിച്ചും വാത്സല്യത്തെക്കുറിച്ചും ഒക്കെ പഠിക്കുന്നില്ലേ? അപ്പോൾ സ്നേഹവും വാത്സല്യവും തൊട്ടറിഞ്ഞ അനുഭവത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ എഴുതാൻ പോകുന്നത്. കുഞ്ഞു അനുഭവം മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട മക്കളെ. കുറച്ച് കാര്യങ്ങൾ എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും. ഇതിന് ഞാൻ പേര് കൊടുത്തത് മൂത്തമ്മ എന്നാണ്. എനിക്ക് പറയാനുള്ളതാണേ. സ്നേഹം എന്നാൽ എനിക്കത് മൂത്തമ്മയാണ്. ഓർമ്മ വെച്ച നാളു മുതൽ പുത്തൻ ഉടുപ്പുകളും ചെരുപ്പുകളും ഞാൻ കാണാത്ത ഒരുപാട് പലഹാരങ്ങളുമായി മംഗലാപുരത്തു നിന്നും നാട്ടിലേക്ക് വരുന്ന മൂത്തമ്മ. അമ്മയുടെ ഏറ്റവും മൂത്ത ചേച്ചിയാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും ദൂരെയുള്ളത് മൂത്തമ്മയാണ്. അതുകൊണ്ട് തന്നെ മൂത്തമ്മയും മക്കളും വരുന്നു എന്നറിയുമ്പോൾ തുടങ്ങും മനസ്സിന്റെ കാത്തിരിപ്പ്. വന്നാൽ എല്ലാവർക്കും അതൊരാഘോഷം തന്നെയാണ്. അവര് കൊണ്ടുവരുന്ന പെട്ടികൾക്കും ബാഗുകൾക്കും ഒരു പ്രത്യേക മണമാണ്. എല്ലാവരോടും സ്നേഹത്തോടെ മാത്രം സംസാരിക്കുന്ന മൂത്തമ്മ, എല്ലാവർക്കും സമ്മാനവുമായി വരുന്ന മൂത്തമ്മ, എൻ്റെ പിറന്നാൾ ദിവസം കൃത്യമായി ഓർത്തു വയ്ക്കുന്ന, അന്ന് പായസവും സദ്യവും ഒരുക്കി തരുന്ന മൂത്തമ്മ എനിക്ക് സ്നേഹത്തിന്റെ മങ്ങാത്ത ഓർമ്മയാണ്. ഞങ്ങളെ വിട്ടുപോയിട്ടും മൂത്തമ്മ തന്നുപോയ സ്നേഹമഴയിൽ ഇന്നും കുളിരുന്നു. ഇതൊരു സ്നേഹോർമ്മയാണ്, സ്നേഹത്തെക്കുറിച്ചുള്ള എൻ്റെ ഒരു ഓർമ്മയാണ്. അനുഭവക്കുറിപ്പ് എന്നതിലപ്പുറം എന്താണ്, സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരാളെ കുറിച്ച് എഴുതുമ്പോൾ, അല്ലെങ്കിൽ സ്നേഹം തൊട്ടറിഞ്ഞ അനുഭവത്തെക്കുറിച്ച് എഴുതുമ്പോൾ, അനുഭവക്കുറിപ്പ് എന്ന് പറഞ്ഞാലും ഇത് എഴുതാം. അപ്പോൾ സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾ തൊട്ടറിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വേറെ ആരാണെങ്കിൽ, ചിലപ്പോൾ നിങ്ങൾക്കൊരു അധ്യാപകനായിരിക്കും, നിങ്ങൾക്ക് അധ്യാപികയായിരിക്കും സ്നേഹം കൊണ്ട് തരുന്നത്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും അല്ലേ. അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് വളരെ 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 എല്ലാവർക്കും ആവശ്യമുള്ള ഒന്നാണ്. അപ്പൊ സ്നേഹത്തെക്കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് മനോഹരമായിട്ട് എഴുതാൻ പറ്റും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മലയാളത്തിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് എഴുതാനുള്ള ചോദ്യങ്ങൾ, നിങ്ങളുടെ ഇപ്പൊ സ്വപ്നത്തെക്കുറിച്ചൊക്കെ എഴുതാൻ പറയും. നിങ്ങൾ കണ്ട സ്വപ്നത്തെക്കുറിച്ച്, നിങ്ങൾ നടത്തിയ സങ്കല്പ യാത്രയെക്കുറിച്ച്, നിങ്ങൾ കണ്ട മനോഹരമായ കാഴ്ചയെക്കുറിച്ച്, ഇങ്ങനെയൊക്കെ എഴുതിയിട്ട് മാർക്ക് നേടുമ്പോഴാണ് നമ്മൾ മലയാളത്തിലൊക്കെ നല്ല മാർക്ക് വാങ്ങുന്നു എന്ന് അഭിമാനിക്കാൻ പറ്റുക. പാഠപുസ്തകത്തിലുള്ളത് പഠിച്ചു പോകുന്നതിലപ്പുറം ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട്. സാധാരണയായി വരുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് ഈ ഒരു നിങ്ങളുടെ അനുഭവം എഴുതുക അല്ലെ, നിങ്ങളുടെ ഓർമ്മ എഴുതുക അല്ലെ, നിങ്ങൾ തൊട്ടറിഞ്ഞ സ്നേഹത്തെക്കുറിച്ച് എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ ഒരു ചോദ്യമാണെങ്കിലും ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകും. നിങ്ങളുടെ മനസ്സിലേക്ക് ആരെങ്കിലും ഒരാൾ വന്നിട്ടുണ്ടാവും അല്ലെ, നിങ്ങളെ സ്നേഹിക്കുന്ന. അതാരാണെന്ന് ഒന്ന് കമന്റ് ചെയ്യോ, ആരാണ് എന്നൊന്ന് കമന്റ് ചെയ്യോ. ഇനി മാത്രമല്ല, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളിപ്പോ ഇനിയിപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ട്യൂഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് അല്ലേ. അത് ഇവിടുത്തോളം പഠനം നിർത്തുകയാണോ? അല്ല, അടിപൊളിയായിട്ട് ഇനി പഠിക്കുകയാണ് വേണ്ടത്. സോ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് പലതരത്തിലുള്ള ഓഫറോട് കൂടിയിട്ട് 10% ഓഫറോട് കൂടിയിട്ടൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ എജുഫെസ്റ്റ് ഓഫറൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. സൈലത്തിലെ എല്ലാ ക്ലാസ്സിലേക്കും ഇവിടെ ബാച്ചുകൾ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ അനിയനും അനിയത്തിക്കും നിങ്ങൾക്കും ചേട്ടനും ഒക്കെ വേണ്ടിയിട്ടുള്ള ബാച്ചുകൾ ഇവിടെ ഉണ്ട്. സോ എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നല്ലൊരു ഓൺലൈൻ ട്യൂഷൻ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. എല്ലാവരും
നമ്മുടെ സൈലത്തിന്റെ കൂടെ നിൽക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പരീക്ഷയൊക്കെ അടിപൊളിയായിട്ട് എഴുതുക. ശ്രുതി ടീച്ചർ മറ്റൊരു ചോദ്യവുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മാരത്തോണുകളൊക്കെ കാണണം, സെറ്റ് ആവണം. അപ്പോൾ അതിൽ നിന്ന് കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ടാറ്റ, ബൈ. It's me, Shruti Vaishak from Xylem Learning. Bye-bye.